നമസ്കാരം, ഞാൻ നാദറ മെഹറിൻ. മലയാളക്കാരുടെ അഭിമാനമായ ബാലതാരമായ തന്മയ സോൾ നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നു. സ്വാഗതം തന്മയ. ഹായ്. ഒത്തിരി സന്തോഷം, അതിലേറെ അഭിമാനമുണ്ട്. കാരണം സംസ്ഥാന അവാർഡിന് ശേഷം നിരന്തരം മലയാള സിനിമയുടെ ഭാഗമാകുകയും അതൊക്കെ തന്നെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു പ്രതിബദ്ധതയുള്ള സിനിമയുടെ ഭാഗമാകുന്ന ഒരാളും കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനത്തെ സിനിമ ഇരുനിറം വളരെ വിജയകരമായി മനോരമ മാക്സിൽ തുടരുന്നുണ്ട്. എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ? വളരെ സന്തോഷമുണ്ട്. വഴക്ക് കഴിഞ്ഞ് വേട്ടയാൻ സിനിമ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇരുനിറം അതിൽ അഭിനയിച്ചത്. അപ്പോൾ ഇരുനിറത്തിൽ അഭിനയിച്ചപ്പം ലാസ്റ്റ് റൗണ്ട് വരെ സ്റ്റേറ്റ് അവാർഡിനുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം കുട്ടികളുടെ സിനിമ ഒന്നും കൊടുത്തില്ല. അല്ലാതെ ഇരുനിറത്തിന് ഡെയ്സി ഡാനിയൽ അവാർഡും പുലരി TV അവാർഡും ചെറിയ ചെറിയ അവാർഡുകൾ കിട്ടി. അപ്പം എല്ലാം സന്തോഷം. ചെയ്യുന്ന സിനിമകളിലൊക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാണാൻ പറ്റുന്നതിൽ അപ്പം ഇരുനിറം ഭയങ്കര സ്പെഷ്യൽ മൂവി ആയിരുന്നു. ഒരു ചെറിയൊരു സിനിമയാണ്, കുട്ടികളുടെ ഒരു ചെറിയൊരു സിനിമ. അപ്പം അത് എന്നെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ ക്യാരക്ടർ. അപ്പം പ്രധാന കഥാപാത്രമായിട്ട് സിനിമയിൽ ചെയ്യാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ സിനിമ കുറച്ചും കൂടി സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു കഥയെ സാമൂഹ്യ പ്രസക്തമാക്കി അത് ചിത്രീകരിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ പറഞ്ഞ കണക്ക് വഴക്കുന്ന സിനിമയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ സിനിമയാണ് ഇപ്പം ചെയ്യുന്നത്. സിനിമകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവാറുണ്ടോ, അതോ കിട്ടുന്ന സിനിമകൾ അഭിനയിക്കുക എന്നുള്ളതാണ് ആഗ്രഹം? തിരഞ്ഞെടുപ്പില്ല, കഥ കേൾക്കും. എല്ലാ സിനിമയും മുമ്പ് കഥ കേൾക്കാറുണ്ട്. പക്ഷേ കുറേ സിനിമകളിൽ അഭിനയിക്കണം, കുറേ നല്ല ഡയറക്ടേഴ്സിനൂടെയും ആക്ടേഴ്സിനൂടെയും വർക്ക് ചെയ്യണം, നല്ല ക്രൂവിൽ കൂടെ വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പം അവിടെ പിക്ക് ചെയ്യാറില്ല, കിട്ടുന്ന സിനിമകളെല്ലാം അഭിനയിക്കണം എന്നാണ് ആഗ്രഹം. ഉറപ്പായിട്ടും ഇത് പറയുമ്പോഴാണ് നമ്മൾ ഏറ്റവും വിജയകരമായിട്ടുള്ളൊരു സിനിമയുടെ ഭാഗമായിട്ട്, അത് പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ള സിനിമകളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ സ്റ്റാർ വാല്യൂ ഉള്ള സിനിമ ആയിട്ടുള്ള വേട്ടയാൻ എന്നുള്ള സിനിമയ്ക്കകത്ത് ഈ അമിതാഭ് ബച്ചൻ്റെ കൂടെയും രജനികാന്ത് സാറിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ള സ്ക്രീൻ ടൈം വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുള്ള ഒരു ബാലതാരം കൂടിയാണ്. അതിനൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. രജനികാന്ത് സാർ, അമിതാഭ് ബച്ചൻ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത്. എൻ്റെ ഫസ്റ്റ് സീനും തന്നെ അവർ രണ്ടുപേരുടെ ആയിരുന്നു. അപ്പം ഒരു സ്റ്റേറ്റ് അവാർഡ് കണക്ക് ഒരു അവാർഡായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ രജനികാന്ത് സാറിൻ്റെ അച്ഛനും ഭയങ്കര ഹാർഡ് ഫാനാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ആ ആർട്ടിസ്റ്റിന് രണ്ടുപേരെയും വർക്ക്ഷോപ്പ് ചെയ്യുന്നു ഭയങ്കര ഇഷ്ടമാണ്, അഡോർ ചെയ്യുന്നു. അപ്പം അവരോട് അഭിനയിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. ഉറപ്പായിട്ടും മറ്റ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ചെല്ലം എന്നാണ് വിളിച്ചിരുന്നത് അല്ലേ? അപ്പം അത് വലിയൊരു അംഗീകാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. പ്രത്യേകിച്ച് ഒരു സിനിമയ്ക്കകത്ത് ഒരു ഇൻക്ലൂസീവ് സ്പേസ് ഉണ്ടാകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പം നിലവിൽ മോൾക്ക് ഈ പറഞ്ഞ പോലെ സിനിമയ്ക്കകത്ത് പലതരത്തിലുള്ള ഒരു മാറ്റി നിർത്തൽ അനുഭവിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സിനിമയ്ക്കകത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു മോശം അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, വളരെ ഇല്ല. കാരണം ചെയ്ത 3 സിനിമയ്ക്കകത്തുള്ള ക്രൂവും അത്രയും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് കടന്നു പോയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ വേട്ടയാൻ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത 3 സിനിമയിലും എനിക്ക് ഫാമിലി കണക്കായിരുന്നു. ഫസ്റ്റ് സിനിമ വഴക്ക് സനൽകുമാർ ശേഷൻ സാറിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഉണ്ടായിരുന്നു. അപ്പം അതിൽ എൻ്റെ അച്ഛനായിട്ട് കനി കുസൃതിയും അസീസ് നെടുമങ്ങാട് അങ്കിളും ആയിരുന്നു. അപ്പം ലൈക്ക് അവർ ആ ക്രൂ, ആ ടൊവിനോ തോമസ്, ഇവരുടെ എല്ലാവരും കുറേ പഠിച്ചു. അതിപ്പോൾ ഞാൻ ഭയങ്കര ചെറിയ കുട്ടിയായിരുന്നു. അതിനുശേഷം വേട്ടയാൻ ചെയ്യാനടുത്ത് അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി ഞാനായിരുന്നു. അപ്പം അവിടുത്തെ ആൾക്കാർക്ക് തമിഴിലൊക്കെ സംസാരിച്ചു. ഇപ്പം തന്നെ ഡയറക്ടറിനോടും രജനീകാന്തിൻ്റെ അടുത്ത് ഫസ്റ്റ് സീനിൽ തന്നെ ഡയറക്ടർ വന്ന് എന്നെ പരിചയപ്പെടുത്തുന്നു. അപ്പം അവിടെ ഒരു ഫാമിലി കണക്കായിരുന്നു. പിന്നെ ഇരുനിറം ഇപ്പോൾ ചെയ്താലും എപ്പോഴും എനിക്ക് അവളെ ഇങ്ങനെ മാറ്റി നിർത്തൽ അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും നാൾ ചെയ്ത സിനിമകളും. ഹാപ്പി ആയിട്ടാണ് ആ ഒരു ജേർണി. എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ, അഭിനയിക്കാനും. ആ ഒരു സംഭവം അഭിനയിക്കാൻ മറ്റേ ഫ്ലോ, ഗോയിങ് വിത്ത് ഫ്ലോ, അതാണ്. അപ്പം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സിനിമയ്ക്ക് ശേഷം വലിയൊരു വിജയകരമായിട്ടുള്ള ഒരു അവാർഡ് കിട്ടുന്നു, സംസ്ഥാന അവാർഡ് കിട്ടുന്നു, അതിൻ്റെ ഭാഗമാകുന്നു. അതൊക്കെ തന്നെ കേരളം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മകളുടെ അതേ സന്തോഷത്തിൽ ഞാനടക്കമുള്ള എല്ലാ മനുഷ്യരും പങ്കുചേരുന്നുണ്ട്. പക്ഷേ അവാർഡിന് ശേഷം വളരെ കൃത്യമായിട്ട് തന്നെ മലയാള സിനിമയ്ക്ക് തന്മയ മോളെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ചും കൂടി കരുതുക, കുറച്ചും കൂടി അവസരങ്ങളുടെ സാധ്യത കൂടി സംസ്ഥാന അവാർഡിന് ശേഷം കിട്ടേണ്ടതായിട്ടുണ്ട്. അങ്ങനൊരു സാധ്യമായ ഇടം മലയാള സിനിമ ഉപയോഗിച്ചിട്ടുണ്ടോ? സിനിമകൾ കിട്ടുന്നില്ല. ലൈക്ക് അഭിനയിക്ക് ഇഷ്ടമാണ്. ഇപ്പം തന്നെ ഞാൻ കുറേ ഓഡീഷനിലായിരിക്കും, സ്ഥിരം ഞാൻ ഓഡീഷനിലൂടെയാണ് കിട്ടുന്നത്. അപ്പം എല്ലാ സിനിമകളിലും ഓഡീഷനിലായിരിക്കും. അപ്പം ഓരോരോ ഇപ്പം വലിയ സിനിമകളിൽ ഭാഗമാകാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം കിട്ടുന്ന സിനിമകളെല്ലാം വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പം അതിൽ ആവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിഷമമില്ല.
കിട്ടുന്ന സിനിമകളിൽ എൻജോയ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ വളരെ ചെറിയ പ്രായത്തിൽ ഇത്തരം ഒരു മാതൃകാപരമായ മറുപടി പറയാന്നുള്ള വലിയ സന്തോഷമാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഭാഗമായിട്ട് നമുക്കൊരു പക്ഷേ മലയാളത്തിനകത്ത് അത്തരം കൊമേഴ്ഷ്യൽ പടങ്ങൾ തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള തോന്നൽ ഒരു പക്ഷേ ഇപ്പോഴത്തെ പ്രമുഖ താരങ്ങൾക്കടക്കം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. കാരണം ചില ആളുകൾ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഈ അവാർഡ് സിനിമകൾ എന്നുള്ളൊരു കാറ്റഗറി അവിടെ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ കൊമേഴ്ഷ്യൽ പടം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള കഴിവ് തനിക്കുണ്ടായിട്ടും അത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്? അല്ല, എനിക്ക് കിട്ടുന്നില്ല ആ ഒരു കുറ്റബോധം, ആ ഒരു അതില്ല. ഇപ്പൊ കിട്ടിയ സിനിമ ഇപ്പൊ തന്നെ വേട്ടയാൻ തമിഴ് സിനിമകളിൽ കിട്ടുന്നു. അത്രയും 2 സൂപ്പർ സ്റ്റാറിനോട് അഭിനയിക്കാൻ പറ്റി. അപ്പം എനിക്ക് ഉണ്ട്, കയ്യിലുണ്ട്, എന്തുണ്ട് എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പം അതില്ല എന്ന് പറഞ്ഞ് ഞാൻ വിഷമിക്കാറില്ല. ഏറ്റവും സന്തോഷമുള്ളത് ആ മറുപടിയിൽ തന്നെ പറയുന്നത് എന്റെ കഴിവുണ്ട്, അത് ഒരുപക്ഷെ കാണുന്ന പ്രേക്ഷകർക്കും അറിയാം. അപ്പൊ അത് ഉപയോഗിക്കാൻ സാധിക്കുന്ന സിനിമാക്കാർ ഇനിയും ഉണ്ടാകുന്ന പ്രതീക്ഷ തന്നെയാണ്. അതെ, ഇനിയും ഇഷ്ടമുള്ള ഓഡീഷനിലെല്ലാം അയക്കും, ഇനിയും പരിശ്രമിക്കും, സിനിമകളിൽ അഭിനയിക്കണം. അപ്പം ഇനിയും വർക്ക് ചെയ്യും, ഇനിയും ഉണ്ടല്ലോ, ഈ സമയമുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും തുടക്കമാണ്. തുടക്കത്തിൽ തന്നെ ഇത്തരം നല്ല സിനിമകളുടെ ഭാഗമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 200 എന്നുള്ള സിനിമ ഞാൻ കണ്ടതാണ്. കാണാത്ത പ്രേക്ഷകർ തീർച്ചയായിട്ടും കാണണം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യമായിട്ട് നമുക്ക് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് 200. ഒരുപക്ഷെ മോൾക്ക് ആ സിനിമയുടെ കഥ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉള്ളിൽ തനിക്ക് എപ്പോഴെങ്കിലും കടന്നുപോയ ഒരു അവസ്ഥയിലൂടെയാണ് ഈ സിനിമയും പോകുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? കാരണം ഈ പറഞ്ഞ ഒപ്പന കളിക്കാനായിട്ട് ഒരു കൂട്ടം സംഘത്തെ തിരഞ്ഞെടുക്കുന്നു. അതിൽ മണവാട്ടിയായിട്ട് തന്മയ മോളെ ടീച്ചർ തീരുമാനിക്കുന്നു. പക്ഷേ പിന്നീട് മറ്റൊരു ടീച്ചറിന് അത് ബുദ്ധിമുട്ടാകുന്നു. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നിറത്തിൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് തന്നെ സിനിമ കാണിക്കുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ അഭിനയിക്കുകയും ചെയ്തു. അത്തരത്തിലൊരു സിനിമയുടെ കഥ കേട്ട സമയത്ത് എവിടെയെങ്കിലും ലൈഫിൻ്റെ ഒരു കോണിൽ തനിക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഒരുപക്ഷെ ഞാൻ എടുത്തു പറയാൻ കാരണം ഇതേ അനുഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് തന്മ അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് പലപ്പോഴും കഴിവുണ്ടായിട്ടും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഒരുപക്ഷെ ജെൻഡറിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലൊക്കെ തന്നെ നമുക്ക് നിരന്തരം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ അത് കുട്ടിക്കാല ട്രോമ കൂടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും തോന്നൽ? ഇത് കഥ പറയാൻ വേണ്ടി ജിൻഡോ ഡയറക്ടർ വന്നായിരുന്നു. അപ്പം എനിക്ക് കരച്ചിൽ വന്നു. കാരണം എനിക്കിങ്ങനെ കൊച്ചിലെ എൻ്റെ ഒരു വീട്ടിലെ അപ്പുറത്തുള്ള ഒരു ചേട്ടൻ ഇങ്ങനെ കളിക്കാൻ എന്നെ വിളിച്ചില്ല. അപ്പോൾ ഇങ്ങനെ കറുത്തിരിക്കുന്നു, നിൻ്റെ കൂടെ കളിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഒരു ദിവസം അന്ന് തന്നെ ഞാൻ ഭയങ്കര കരഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് പൗഡറൊക്കെ എടുത്തിടുന്നു. അപ്പോൾ അമ്മ ചോദിച്ചു എന്ത് പറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞു ഭയങ്കര കരച്ചിൽ. അപ്പം ആ സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയി. പക്ഷെ ഇപ്പം ആണെങ്കിൽ ഐ എം സോ ഹാപ്പി ടു ബി മൈ സെൽഫ്. അപ്പം ആ സംഭവം അപ്പം എനിക്കതാണ് തോന്നിയത്. അപ്പം നമ്മൾ ആരാണെന്നുള്ള രീതിയിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം. അപ്പം ആ ക്യാരക്ടർ ചെയ്യുമ്പം അമ്പിളി എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അമ്പിളി എന്നാണ്. അപ്പം അമ്പിളിക്കില്ലാത്ത ധൈര്യം, അമ്പിളി ഒരു ഈ കഥയുടെ സംഭവം എന്ന് പറഞ്ഞാൽ അമ്പിളി എന്ന് പറഞ്ഞൊരു കുട്ടി ലോകത്തെ ഏറ്റവും മികച്ച നിറം കണ്ടുപിടിക്കാൻ പോകണതാണ്. അപ്പം കഥ മൊത്തം പറഞ്ഞു. അപ്പോൾ അമ്പിളി ആരാണെന്നുള്ള രീതിയിൽ അമ്പിളി കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം. അപ്പം എനിക്ക് അമ്പിളി തന്മയസോളാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ മനസ്സിലായി നമ്മളിൽ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഇൻസെക്യൂരിറ്റീസ് വരുമ്പം നമ്മൾ ബീച്ച് ചെയ്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടും ഒരു കോൺഫിഡൻസ് ആണല്ലോ. ഇപ്പം എനിക്ക് അങ്ങനെ ഭയങ്കര വിഷമമായിട്ടുണ്ട് ഇങ്ങനെ കറുത്തിരിക്കുന്നു എന്നാണ്. പക്ഷേ ഐ അണ്ടർസ്റ്റാൻഡ് കറുത്തിരിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെയല്ല, ഐ എം നോട്ട് ഗ്ലോറിഫൈങ്. എനിക്ക് ഞാനായിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഇങ്ങനെ മനസ്സിലായില്ലേ? അതെ, ഒരു പക്ഷേ വലിയ സന്തോഷമുള്ളത് ഈ വളരെ കുട്ടിക്കാലത്തേന് ഒരു പക്ഷേ എനിക്കൊന്നും വളരെ തിരിച്ചറിവുള്ളൊരു പ്രായത്തിലല്ല ഈ തന്മയുടെ അവസ്ഥയിൽ ഞാൻ ഉണ്ടായിരുന്നത്. കാരണം നമുക്ക് തിരിച്ചറിയാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലത്തായിരുന്നു. പക്ഷേ ആ സമയത്തും തൻ്റെ നിറത്തിലോ തൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിലോ വലിയ രീതിയിൽ അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു ബാല്യം ഉണ്ടാവുക എന്നുള്ള വലിയ കാര്യമാണ്. ഒരു പക്ഷേ ഇത് കേൾക്കുന്ന പ്രേക്ഷകരടക്കം കൈയടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്മ ഇവിടെ പറഞ്ഞിട്ടുള്ളതും. അപ്പൊ ആ കാലഘട്ടം കടന്നുപോയിട്ടും ചിലപ്പോൾ ലൈഫിൽ ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചായിരുന്നു, കറുത്തിരിക്കുന്നല്ലോ അപ്പം ഭംഗി ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിച്ചായിരുന്നു. അപ്പം ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മളുടെ സൊസൈറ്റി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആ ഇൻ്റർവ്യൂ എടുത്ത അങ്കിളിന് ചിലപ്പം അതായിരിക്കും ആ അങ്കിളിൻ്റെ കാഴ്ചപ്പാടിൽ സൗന്ദര്യം. പക്ഷേ ഇറ്റ് ഡിപ്പെൻസ്, അത് പറയാൻ എല്ലാവർക്കും അധികാരമുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടം എനിക്ക് ഞാനായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. അപ്പം ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ ഈ റീൽസൊക്കെ ഇടുമ്പോൾ അവർ തന്നെ കമൻറ്റിൽ ഇത് പറയുന്നുണ്ട്, ഐ ഹാവ് ഫേസ് ദിസ് എന്ന്.
അപ്പം ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ളവർ അവർ ഓവർകം ചെയ്ത് അവർ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം, നമ്മൾ ആരാണെന്നുള്ള രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും മുൻപൊരു ഇന്റർവ്യൂവർ ചോദിച്ചു എന്ന് പറയുന്ന ആ ഒരു സ്പേസിൽ വളരെ കൃത്യമായി തന്നെ മറുപടി കൊടുക്കാൻ തന്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. തന്മ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, പറയാനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ നിലപാട് ഇതാന്ന് പറയാൻ ഒരാൾക്ക് പറ്റും. പക്ഷെ ഒരു പക്ഷേ നിറത്തിൻ്റെ പേരിലോ മറ്റേതെങ്കിലും സാഹചര്യത്തിൻ്റെ പേരിലോ വേർതിരിക്കുന്ന മനുഷ്യരോട് നമുക്ക് എല്ലാ കാലത്തും വിയോജിപ്പാണെന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥ കേട്ട സമയത്താണ് തനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി നേട്ടപ്പോഴും ഈ സിനിമയ്ക്കകത്തും തനിക്കൊപ്പം എല്ലാ സമയത്തും ചേർന്ന് നിൽക്കുന്ന ഒരു അച്ഛനെ നമുക്ക് ആ പടത്തിൽ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒരു പക്ഷേ തന്മയ്ക്ക് കുറച്ചും കൂടി സാധ്യമായിട്ടുള്ള അഭിനയത്തിന് വഴിയൊരുക്കിയിട്ടുണ്ടാവണം. എനിക്ക് തോന്നുന്നു ലൈഫിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അമ്മ ചേർത്ത് പിടിച്ചു എന്ന് പറയുന്നിടത്ത് ഈ സിനിമയ്ക്ക് അച്ഛന് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ പറഞ്ഞ പോലെ സിനിമയുടെ എക്സ്പീരിയൻസിലേക്ക് എത്തുന്ന സമയത്ത് ഈ അഭിനയമായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു അച്ഛനായിട്ടുള്ള എക്സ്പീരിയൻസ് വലിയ രീതിയിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താ ഈ അച്ഛനുമായിട്ട് കൂടെ അഭിനയിക്കുന്ന ഒരു അച്ഛൻ കഥാപാത്രം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചേർത്ത് പിടിക്കുന്ന ആ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്നത് കഥാപാത്രമായിരുന്നു. ആ അങ്കിളിന്റെ പേര്. അപ്പം ആ അങ്കിളിനൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതും ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പം അച്ഛൻ മകൾ ബന്ധം കണക്ക് തന്നെ തോന്നി എനിക്ക്. അപ്പം അത് അത്രയും ലൈക്ക് ഞാൻ മൈസെൽഫായിട്ട് അഭിനയിച്ച കണക്ക് തോന്നി. തീർച്ചയായിട്ടും അതെ, കൂടെ ഉള്ള ക്രൂവിന്റെ ഒരു കണക്ഷൻ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അപ്പൊ എനിക്ക് എല്ലാ സെറ്റും എൻ്റെ ഒരു ഫാമിലി കണക്കാണ് എവിടെ പോയാലും. അപ്പം ആ ഒരു ഫാമിലിയിൽ എൻ്റെ അച്ഛനായിരുന്നു. ഓക്കെ, ഈ പറഞ്ഞ പോലെ സംസ്ഥാന അവാർഡിന് ഇത്തവണ പരിഗണിക്കപ്പെട്ടിട്ടില്ല, കാരണം കുട്ടികളുടെ സിനിമ ഇത്തവണ എടുത്തിട്ടില്ല എന്നുള്ളത് അതൊരു വലിയ ലാസ്റ്റ് റൗണ്ട് വരെ ഇരുനിറം ഉണ്ടായിരുന്നു. അതൊരു സങ്കടമായിരുന്നു. ഇത്തവണ ഒരു പ്രതീക്ഷ, കാരണം എനിക്ക് തോന്നുന്നു വഴക്കെന്ന സിനിമയ്ക്കകത്ത് സംസ്ഥാന അവാർഡ് കിട്ടുന്ന സമയത്ത് അത്രയും പ്രതീക്ഷ അന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് എനിക്ക് തോന്നുന്നു തന്മയ നമ്മളെല്ലാവരും കണ്ടതാണ്, സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് വളരെ ഷോക്കിംഗ് ആയിട്ട് അത് അറിയുകയും ആ ഒരു സ്മൈലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, സ്കൂളിൽ പോകുന്നതും ഒക്കെ തന്നെ. പക്ഷേ അന്ന് വഴക്ക് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ സംസ്ഥാന അവാർഡിന് പരിഗണിക്കപ്പെടുന്നു, അവാർഡ് കിട്ടുന്നു. പക്ഷേ ഇത്തവണ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഒരു സംസ്ഥാന അവാർഡിൽ പക്ഷെ ഒഴിവാക്കി പടം തിരഞ്ഞെടുക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ. എനിക്കങ്ങനെ സങ്കടമൊന്നുമില്ല, ഇത്രയും സിനിമ അഭിനയിച്ചല്ലോ അത് തന്നെ ഒരു സന്തോഷമല്ലേ. നമ്മൾ സങ്കടപ്പെടാതെ നമ്മൾ ഈ സിനിമ വർക്ക് ചെയ്തു, അതൊരു പുതിയൊരു സംഭവമാണ്. അപ്പം സങ്കടമൊന്നുമില്ല. വീട്ടുകാർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഈ വഴക്ക് സമയത്തും വീട്ടിലെല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു, പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. അപ്പം സങ്കടമായിട്ടില്ലായിരുന്നു. ചേച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. ഒരു ഫാമിലി സപ്പോർട്ടും അതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വലിയ സന്തോഷം. മോളെ മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. നമ്മുടെ ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള സമകാലിക വിഷയങ്ങളാണ് പലപ്പോഴും സിനിമകൾ സംസാരിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇരുനിറം എന്നുള്ള സിനിമയ്ക്കകത്തും അത്തരം ഒരു നിറത്തിൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി തന്നെ സംസാരിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ പൊതുവിടത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് വാദങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. കാരണം ഇത്തരം സിനിമകളുടെ പ്രസക്തി ഈ കാലത്തുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ കാലത്തിനല്ല, എല്ലാ കാലത്തും ഈ പറഞ്ഞ നിറത്തിൻ്റെ രാഷ്ട്രീയം ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്, അത് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇങ്ങനെ പലരും അനുഭവിക്കുന്നില്ലല്ലോ, ഈ കാലത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ കുട്ടികൾ അഭിമുഖീകരിക്കുന്നില്ലെന്നല്ലോ എന്നുള്ളൊരു ചോദ്യം കൂടി സമൂഹത്തിൻ്റെ ഒരു വാദമുണ്ട്. മോൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു വാദമുണ്ട്? കാരണം ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള വിയോജിപ്പുകൾ ഇല്ലെങ്കിൽ വേർതിരിവുകൾ അനുഭവിക്കുന്നില്ല എന്നുള്ളത്. കാരണം ഇതൊരു സമകാലിക വിഷയമുള്ളൊരു ടോപ്പിക്കല്ലേ ഈ നിറത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ സംസാരിക്കുക എന്നുള്ളത്. ഇപ്പോഴും ലൈക്ക് ഇതിപ്പം തീർന്നിട്ടൊന്നുമില്ല, അതാണ് ഒരു മറുപടി എന്നുള്ളത്. ഇപ്പോഴും ഇതുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഇപ്പം തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളത് ലാസ്റ്റ് വരെ അതിനെക്കുറിച്ച് സംസാരിക്കണം, എന്നാലേ അതവിടെ ഉണ്ട്, അതായത് സോൾവ് ആവുള്ളൂ. അപ്പം അതിനെക്കുറിച്ച് സിനിമകൾ വരണത് നല്ലതാണ്. ഇപ്പം തന്നെ ബ്ലാക്ക് ആർട്ടിസ്റ്റുകൾ വരണം, അവരെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. അപ്പം അതിനു വേണ്ടി ഇത് ഇപ്പോഴും ഇങ്ങനത്തെ സിനിമകൾ കൊണ്ടുവരണം, അത് നല്ലതാണ്. ആൻഡ് ഇപ്പം തന്നെ എൻ്റെ സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സ് ഇൻക്ലൂഡിങ് മീ ഹാവ് ഫേസ് ദിസ്. അപ്പം ഇപ്പോഴും ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിസ്ട്രോയ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സിസ്റ്റം മാറ്റണമെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ വീണ്ടും വരണം. തീർച്ചയായിട്ടും ഒരു കാലത്തിന്റെ ആവശ്യം കൂടിയാണ് സിനിമ എന്നുള്ളതാണ് ഉറപ്പായിട്ടും. നമുക്ക് ചെറിയൊരു ഇടവേളയിൽ പോയിട്ട് വരാം, ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും സ്വാഗതം. അപ്പോൾ തന്മയ, നമ്മൾ വലിയ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. കാരണം ഇരുന്നൂറ് എന്നുള്ള സിനിമ വളരെ വിജയകരമായിട്ട് തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ്. മോളെ മറ്റൊരു ചോദ്യം എന്നുള്ളത്, ഈ പലപ്പോഴും ചില മനുഷ്യരെങ്കിലും നമ്മൾ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ചില ആളുകളെങ്കിലും പറയാറുണ്ട്, തുടക്കകാലത്ത് നമ്മൾ ചെയ്തു വെച്ച ഏതെങ്കിലും റോള് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. എനിക്ക് തന്മയുടെ അവസരത്തിൽ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം പലപ്പോഴും ഇത്തരം കഥാപാത്രങ്ങളിലേക്ക് മാത്രം ആളുകൾ, പ്രത്യേകിച്ച് സിനിമക്കാർ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത്. കാരണം ഏതെങ്കിലും തരത്തിൽ
തരത്തിൽ നിറത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അണ്ടറായി നിൽക്കുന്ന മനുഷ്യരുടെ മാത്രം റെപ്രസെന്റേറ്റീവ് ആയിട്ട് തന്മ അഭിനയിക്കുന്നതായിട്ട് ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? അതൊരു പക്ഷേ അങ്ങനെ വന്നാൽ പോലും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് തന്മ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അത്തരം കഥാപാത്രങ്ങൾ വളരെ ഭംഗിയെ തന്നെ അവതരിപ്പിക്കാൻ സാധിക്കാറുണ്ട്. പക്ഷേ ഇത് മാത്രമല്ലല്ലോ തന്മയുടെ ഒരു സ്പേസ് നൽകണം. മറ്റു കഥാപാത്രങ്ങൾ കൂടി അഭിനയിച്ച് തന്നെ കഴിവ് തെളിയിക്കാൻ കഴിവുള്ളൊരു മനുഷ്യനും കൂടിയാണ്. അപ്പം അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്കൊന്ന് ഇങ്ങനത്തെ ഒരു ജോണർ പിടിച്ചു തുടങ്ങിയത് എൻ്റെ ചേച്ചിയുടെ, ഞാൻ ആദ്യമായിട്ട് ഷോർട്ട് ഫിലിംസിൽ ക്യാമറ മുമ്പ് വരുന്നത് എൻ്റെ ചേച്ചിയുടെ ഷോർട്ട് ഫിലിമിലാണ്. അപ്പം ചേച്ചി ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അപ്പം അതിൽ സ്കൂളിൻ്റെ പുറത്ത് ഇങ്ങനെ 2 കുട്ടികളായിട്ടായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ അതിലിങ്ങനെ ഫുഡില്ല, ആ ഒരു ബെഗർ ആയിട്ടായിരുന്നു നിന്നത്. അപ്പം അപ്പം തൊട്ട് അപ്പോഴാണ് ഞാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ വീട്ടിലിങ്ങനെ പറയും എപ്പോഴും ഇങ്ങനെ വിഷമായിട്ടില്ല, എനിക്ക് വേറെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വീണ്ടും തന്മയസോൾ വേറെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പം അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വിഷമമുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഇത് ചെയ്യുന്നതിൽ വിഷമമില്ല. ഐ എൻജോയ് ഡൂയിങ് ദിസ്. അപ്പം ഞാൻ വേട്ടയാൻ സമയത്ത് എന്നോട് വിഷമിച്ചിരിക്കാൻ പറ്റും. അപ്പം സെറ്റ്, എനിക്കതാണ് ഇഷ്ടം, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറുപടി ഭയങ്കര ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. കാരണം എനിക്ക് ചെയ്തു വെച്ച കഥാപാത്രങ്ങളോട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് അത് ഇഷ്ടമാണ്. ഞാൻ ചെയ്ത എല്ലാ ക്യാരക്ടറും എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ എൻജോയ് ചെയ്ത ക്യാരക്ടറാണ് ഞാൻ. ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് അഭിനയിക്കുമ്പം ഞാൻ മറ്റേ ഫ്ലൈ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ ഇവിടെ പറയുമ്പോൾ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇത് മാത്രമല്ല, മറ്റു കഥാപാത്രങ്ങൾ കൂടി അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് തന്മയ. ഒരു പക്ഷെ ഇത് കാണുന്ന സംവിധായകരോ സിനിമാക്കാരോ സ്വാഗതം ചെയ്യട്ടെ എന്നുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോഴും ഒരു റോൾ മോഡൽ തന്റെ മുന്നിൽ, കാരണം റോൾ മോഡൽ അല്ല, ഇതിനൊക്കെ വഴികാട്ടിയ ഒരു മനുഷ്യൻ തന്മയുടെ മുന്നിൽ നിൽക്കുകയാണ്. സിനിമാ താരം തന്നെയാണ് അച്ഛൻ, അല്ലേ? അരുൺ സോൾ എന്ന് പറയുന്ന വളരെ നമ്മൾ വാഴ അടക്കമുള്ള സിനിമയ്ക്കകത്ത് അച്ഛനായിട്ട് വളരെ പ്രസക്തമായ കഥാപാത്രം ചെയ്ത മനുഷ്യനാണ്. എങ്ങനെയാണ് റോൾ മോഡൽ? അച്ഛനാണോ അല്ലെങ്കിൽ മറ്റൊരാളുണ്ടോ അവിടെ? അച്ഛൻ തന്നെയാണ്. അച്ഛൻ റോൾ മോഡൽ എന്ന് പറയുന്നത് ഫാമിലി മുഴുവനായിട്ട് സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ്. സഹോദരി സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ഫിലിമുകൾ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അമ്മ ഇതിനൊക്കെ സപ്പോർട്ടായിട്ട് പിന്തുണയായിട്ട് എല്ലാ കാലത്തും കൂടെ നിൽക്കുന്ന ഒരു ആൾ കൂടിയാണ്. അപ്പം അച്ഛനാണ് റോൾ മോഡൽ, അല്ലേ? അച്ഛന് മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരും. എനിക്ക് അമ്മയും അച്ഛനും എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 ഇൻഡിവിജ്വൽസാണ് അമ്മയും അച്ഛനും. അപ്പം അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ലൈഫിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പം അച്ഛനും അമ്മയും ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നതും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. സപ്പോർട്ട് തന്നെ ആയിരിക്കും. പക്ഷെ ബാലതാരമായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ സാധിക്കുക. പിന്നെ വഴക്കിൽ അച്ഛൻ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം സനൽകുമാർ സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ അരുൺസോളിൻ്റെ മോളായതുകൊണ്ടല്ല എടുക്കുന്നത്, ഓഡീഷൻ ചെയ്തിട്ട് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ്റെ മോളല്ലായിരുന്നെങ്കിൽ സാർ എന്നെ അറിയില്ലായിരുന്നു. ഇപ്പോൾ ഉള്ള നടിമാരിൽ മുൻകാലത്തുണ്ടായ നടിമാരെ നോക്കുമ്പോൾ ഏതൊരു നായികയാണ് ഈ നായിക ചെയ്ത വെച്ച കഥാപാത്രങ്ങൾ തനിക്ക് കൂടി ചെയ്യണം എന്ന് ഒരു ആഗ്രഹം തോന്നിയത്? ഓക്കെ, പോരട്ടെ. അയ്യോ, എനിക്ക് മഞ്ജു വാര്യറിന്റെ കൂടെ അഭിനയിച്ച ആളാണ്. മഞ്ജു മാമിന്റെ എല്ലാ സീൻ ഉണ്ടായിരുന്നില്ല. സീൻ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും 2 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു മഞ്ജു മാമിൻ്റെ. മഞ്ജു മാമിന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അല്ലാതെ പുറത്ത് ബോളിവുഡ് മറ്റേ ദംഗൽ സിനിമ കണക്കത്തെ ക്യാരക്ടറൊക്കെ ചെയ്യണമെന്നുണ്ട്. വേറൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. മലയാള സിനിമ കടന്നു പോകുന്ന ഒരു വഴി, ഇപ്പം ഒരു പക്ഷെ മോളടക്കമുള്ള ആൾക്കാർ ഒരു പ്രേക്ഷക എന്ന രീതിയിൽ അടക്കം സിനിമയെ വാച്ച് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ സിനിമയുടെ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ പോക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല കഥകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, നല്ല ഇടങ്ങൾ കൊടുക്കുന്ന, നല്ല മനുഷ്യർക്ക് കുറച്ച് അവസരം കൊടുക്കുന്ന സിനിമ മേഖല കൂടിയാണ്. അപ്പോൾ ആ ഇടത്ത് നമ്മുടെ മലയാള സിനിമ മറ്റ് സിനിമകൾക്ക് മറ്റ് ഭാഷാ സിനിമകൾക്ക് കൂടി മാതൃകയാകുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം സിനിമയുടെ കഥയായിക്കോട്ടെ, ഇല്ല പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അഭിനേതാക്കളായിക്കോട്ടെ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെ അതെ, ഓഫ് കോഴ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എല്ലാ സിനിമകളും എൻ്റെ വീട്ടിൽ കൊണ്ട് കാണിക്കും. നമ്മളെല്ലാവരും സിനിമ കാണാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന എൻ്റെ അമ്മ. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ കണ്ടു വെച്ച ഏതെങ്കിലും സിനിമ വളരെ മാതൃകാപരമായ ഒരു സിനിമയാണെന്ന് തോന്നിയിട്ടുള്ളത്? ഉറപ്പായിട്ടും 200 ആയിരിക്കും. ഓക്കെ, 200 ആണ് എൻ്റെ സിനിമ. അത് തന്നെ പറയാം. അതെ അതെ, എല്ലാം വാഴ എല്ലാം ഇങ്ങനെ മോളിവുഡ് മാത്രം പറയണോ? ഞാൻ പറയാം, മറ്റേതിന് ഭാഷ പറയാൻ സിനിമകൾ കാണണം, നല്ല ബുക്കുകൾ വായിക്കണം,
സിനിമകൾ കാണുമ്പോൾ നമ്മളെ ചിന്തിക്കുന്ന രീതി മാറും എന്നൊക്കെയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും എനിക്ക് നമ്മുടെ വീട്ടിൽ ഒരു ദിവസം രാത്രി എല്ലാവരും സിനിമ കാണാൻ വേണ്ടി സമയം കുറച്ച് സമയം സിനിമ കാണാൻ വേണ്ടി കുറച്ച് സമയം. അപ്പം അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബം കൂടിയാണ്. ഉറപ്പായിട്ടും സിനിമയിൽ വലിയൊരു താരമായിട്ട് എനിക്ക് ഇനിയും ഇന്റർവ്യൂ എടുക്കാൻ സാധിക്കട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ നമ്മൾ ഇന്നത്തെ അതിഥി വിശേഷം ഇവിടെ അവസാനിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷത്തോടു കൂടി തന്മയ സോളിന് നന്ദി പറയുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ അതിഥി ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.